നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ ആയങ്കിക്ക് വേണ്ടി പോലീസ് നെട്ടോട്ടം ഓടുമ്പോൾ അല്ലെങ്കിൽ വല വിരിച്ച് പോലീസ് കാത്തിരിക്കുമ്പോൾ ഉയർന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് CJP അതായത് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശം നടത്തിയ TG മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ TG മോഹൻദാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നോക്കാം. ആയങ്കി അപരാധപ്പടയിലെ അവതാരങ്ങളോട് ആരാധകരോട് വിജയന്റെ പോലീസ് അല്ലാത്തത് കൊണ്ട് തന്നെ മോഹൻദാസിനെ പിടിക്കുമായിരിക്കുമെന്നല്ല, മോഹൻദാസിനെ പിടിച്ചു. ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ ഏത് മോഹൻദാസിനെയും പിടിക്കും. കാരണം ഒന്നുകൂടെ പറയാം, ഇത് വിജയന്റെ പോലീസ് അല്ല, ചെന്നിത്തലയുടെ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആകാശ് തില്ലങ്കേരി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ആകാശ് തില്ലങ്കേരിയുടെ വിമർശനമെന്ന് വിശദമായി നോക്കാം. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ മുൻ MLA രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം അത് ആഘോഷമാക്കിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ തുടരെ ഇട്ടുകൊണ്ടിരുന്നു. നമുക്കറിയാവുന്നതുപോലെ രാഹുലിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ രാഹുൽ തന്നെയാണ് അർജുൻ ആയങ്കിയുടെ ആ അറസ്റ്റും ആഘോഷമാക്കിയത്. രണ്ട് കേസുകളും രണ്ടാണ് എങ്കിൽ പോലും കുറ്റം തന്നെയാണല്ലോ. ഇപ്പോൾ ഇതാ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആകാശ് തില്ലങ്കേരി രംഗത്തെത്തിയിരിക്കുകയാണ്. അർജുന്റെ അറസ്റ്റിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ച് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരി നിർണായകമായ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 3 പീഡന കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട, അതിന്റെ പേരിൽ ഇത്തവണ പാലക്കാട് സീറ്റ് നിഷേധിക്കപ്പെട്ട, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന പെർവേർട്ടിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ എന്താണ് കാര്യം? സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ പ്രളയജലം വന്ന് നിറഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് താൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി IPSനെ കേസ് അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനായുള്ള ചരടുവലികൾ നടത്തുകയായിരുന്നു ഇയാൾ എന്നാണ് അറിവ്. അടുത്തിടെയായി ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനാണത്രേ ഇദ്ദേഹം. ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ KM ഹാരിസ് ആണ്. അടുത്ത തവണ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതും കൂടി നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിക്കണേ മാധ്യമ പ്രവർത്തകരെ. നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം. ആയങ്കിക്ക് ഒരു നിയമവും രാഹുലിന് മറ്റൊരു നിയമവും എന്നത് പാടില്ല. അതായത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല അർജുൻ ആയങ്കി വിഷയത്തിൽ നേരത്തെ ആകാശ് തില്ലങ്കേരി പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: ആദ്യമേ വ്യക്തമാക്കട്ടെ, അർജുൻ ആയങ്കി പോലീസിനെ പരസ്യമായി അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ ഉണ്ടായ വികാര തള്ളിച്ചയാലാകാം അവൻ അങ്ങനെ പ്രതികരിച്ചത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് നിയമപരമായും രാഷ്ട്രീയമായുമാണ്, അല്ലാതെ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവൻ്റെ ആ എടുത്തുചാട്ടത്തെ വിമർശിക്കുമ്പോൾ അതിന് കാരണമായ പോലീസിൻ്റെ കള്ളക്കേസിനെ ഞാൻ നിസ്സാരവൽക്കരിക്കും. അതിൽ അവനും കൂട്ടുകാർക്കും ഒപ്പം തന്നെയാണ് അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത്. പക്ഷേ ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പൗരനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ഇത് സംഘപരിവാർ ബുൾഡോസർ ഭരണമുള്ള UPയോ ബീഹാറോ അല്ല. ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെ മഹത്വം പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഒരു പൗരൻ്റെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്ത് തുനിഞ്ഞിറങ്ങുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഭരണകൂട ഭീകരതയ്ക്കും സംഘി മോഡൽ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിയമപരമായ തെറ്റുകൾക്ക് നിയമപരമായ ശിക്ഷ നൽകട്ടെ. അല്ലാതെ ഭരണകൂടത്തിന്റെ തോക്കിൻ മുന കാട്ടി ഭയപ്പെടുത്താമെന്ന് കോൺഗ്രസ് സർക്കാർ കരുതുന്നതെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ജനാധിപത്യമാണ്, രാജവാഴ്ചയല്ല. തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്, തോക്കല്ല. ജനാധിപത്യത്തിലെ മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറത്തുന്ന ഭരണകൂട ഭീകരതയോട് ഒത്തുതീർപ്പില്ല. നിയമം എല്ലാവർക്കും സമമാണ്. അതിൽ തെറ്റുതിരുത്തലും ഉണ്ടാകണം, നീതി നടപ്പിലാകണം. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ ഇവിടെ തികയാതെ വരും മിസ്റ്റർ മിനിസ്റ്റർ എന്നായിരുന്നു ആകാശ് തില്ലങ്കേരി നേരത്തെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി നമുക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി നോക്കാം. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. വളരെ വലിയ വിമർശനമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ ഉന്നയിച്ചത്. ആയങ്കി ആരാധകരെ അടങ്ങൂ, അവൻ അകത്തായി. അവൻ വളർന്ന പാർട്ടി വേറെയായിരിക്കും, പക്ഷേ ജനങ്ങൾ
വളർത്തിയ പാർട്ടിയാണ് ഭരിക്കുന്നത്. 14 ദിവസം റിമാൻഡ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. അർജുൻ നായികയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്താണ് അഭിഭാഷകന് പറയാനുള്ളതെന്ന് കൂടി വിശദമായി നോക്കാം. മജിസ്ട്രേറ്റിന് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഇല്ല, ജാമ്യാപേക്ഷ ഇന്ന് കൊടുത്തിട്ടില്ല. അതിന് പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. 3 കേസുകൾ നിലവിൽ ആംഗിക്കെതിരായിട്ട് നോൺ ബെയിൽ ഒഫൻസുകൾ 2, ഒന്ന് ആലുവ സൈബർ പോലീസും ഒന്ന് കോതമംഗലം പോലീസും ഊന്നുങ്കലല്ല, കോതമംഗലം പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഊന്നുങ്കൽ പോലീസ് ഇൻസ്പെക്ടറാണ് ആ കേസ് അന്വേഷിക്കുന്നത്. കോതമംഗലം SHO ഭീഷണിപ്പെടുത്തുന്ന കേസാണത്. അത് കോതമംഗലം തന്നെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഊന്നുങ്കൽ പോലീസിലെ ഇൻസ്പെക്ടറാണ് ആ കേസ് അന്വേഷണത്തിന് ചുമതല വഹിക്കുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ട ജാമ്യം കിട്ടുന്ന കേസുകളാണ് ഈ എല്ലാ കേസും. തന്ത്രമുള്ളൂ. ഇതിൽ സ്വാഭാവികം നടക്കുന്നത്. നിലവിൽ 4ഓളം കേസുള്ള ആക്ക് ഇന്ന് ഞാനിപ്പം എന്റെ എല്ലാ കഴിവും സ്വാധീനം വെച്ചിട്ടും ജാമ്യം മാനിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനായെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്യാനുണ്ടാവും. എന്തിനാണ് എല്ലാ കേസിലും ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയാൽ പോരെ? ബാക്കിയുള്ള 3 കേസുകളിൽ കൂടെ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരു 10-20 ദിവസം കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങും. ബാക്കിയുള്ള പോലീസുകാർ ഇനിയിപ്പം ഇദ്ദേഹം ഈ കേസിൽ റിമാൻഡിലായതുകൊണ്ട് ഇനി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രൊഡക്ഷൻ വാറണ്ടായിട്ട് ഈ കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ആ സമയത്ത് നമ്മൾ അവിടെ ഹാജരാകും. ഈ 790/2026 കേസിൽ ഞങ്ങൾ നാളെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ നിൽക്കുന്ന സമയമായിരുന്നു. 790 ഏറ്റവും വലിയ വിവാദമായ കേസ്, അതായത് കോതമംഗലം CA ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ കേസ്. ആ കേസിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി നാളെ അവിടെ സുപ്രീം കോടതിയിലെ കേസ് ഹർജി ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പോലീസ് അർജുൻ നായകിയെ എവിടെ സുപ്രീം കോടതിയിൽ ഇനി അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വേണ്ടി ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ മറ്റ് കേസുകളിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പോകുന്നതിന് മറ്റു അർത്ഥങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട്. അദ്ദേഹത്തിന്റെ വക്കാലത്തുകൂടെ എന്റെ ഇതിലിട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നുമായിട്ട് സഹകരിച്ചു പോകുന്ന ആളുകളാണ്. നിയമസഹായം തന്നെയാണ്. കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾ. ഇന്നലെ അദ്ദേഹം അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഒരു പരാതിയില്ല. കാരണം അവർ ഓൾറെഡി അവർ വക്കാലത്തും നിയമോപദേശം നേടാൻ വേണ്ടി വന്നതാണ്. അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും അഭിഭാഷകൻ എന്ന നിലയിൽ അർജുന്റെ അഭിഭാഷകൻ ഞാനാണ്. അത് മുന്നേ ഈ 790 കോതമംഗലം SHO ഭീഷണിപ്പെടുത്തുന്ന കേസിനകത്ത് ഞങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ജാമ്യം തള്ളിയത്. അതിനുശേഷം അതിന്റെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളായിരുന്നു. നാളെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അതിനിടയിലാണ്